ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനീ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആ സിനിമയുടെ 9ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് മുതൽ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളോടൊപ്പമാണ് മത്സരിക്കുന്നത്. ഒരു സമയത്ത് ആഴ്ചകൾക്ക് മുന്നേ എല്ലാം തന്നെ ഗോട്ടിനോട് ആരും മത്സരിക്കാനായിട്ട് മലയാളത്തിൽ നിന്നും ഓണം റിലീസായിട്ട് വരേണ്ട, കാരണം ഗോട്ട് ഓണനാളുകളിലും തരംഗമായിട്ട് ഓടും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഗോട്ട് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ട്രാക്കിങ്ങിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ ഇതേ സമയം 9 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റെല്ലാ ഓണം സിനിമകളേക്കാൾ താഴെയാണ് ഗോട്ടിന്റെ കേരള കളക്ഷൻ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 15 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് 12 കോടി 50 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. തമിഴ്നാട്ടിൽ 145-150 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത് 350 കോടി കളക്ഷനാണ്. ഗോട്ടിന്റെ ആദ്യ ദിവസത്തെയും ആദ്യ വീക്കെൻഡിലെയും കളക്ഷൻ വന്നതിന് ശേഷം പിന്നീട് ഒഫീഷ്യൽ കളക്ഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. 350 കോടി രൂപയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. വെങ്കട്ടപ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനെത്തിയ വൻ താരനിര ഭാഗമായ 400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ അങ്ങനെ 350 കോടി കളക്ഷനിലേക്ക് എത്തുകയാണ്. ഇനിയും എത്ര ദൂരം സിനിമ തിയേറ്ററുകളിൽ മുന്നേറും, അടുത്ത 2 ദിവസങ്ങളിലെ കളക്ഷൻ എത്രത്തോളം ഉയരും എന്നൊക്കെയാണ് അടുത്തതായിട്ട് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ ഗോട്ടിന്റെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്.